നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുവതിയുടെ പീഡന പരാതിയിൽ ക്ഷേത്ര പൂജാരി അറസ്റ്റിലാവുകയാണ്. രാത്രി വീഡിയോ കോളിലൂടെ നഗ്നതാ പ്രദർശനം നടത്തുകയും അങ്ങനെ വരണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത പൂജാരിയെയാണ് കൈയോടെ തൂക്കിയിരിക്കുന്നത്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ പൂജാരി അരുൺ ആണ് പിടിയിലായത്. കർണാടക സ്വദേശിനിയുടെ പരാതിയിലാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ക്ഷേത്രത്തിൽ പൂജയ്ക്കായി എത്തിയ യുവതിയെ നിരന്തരം വാട്സപ്പിലൂടെ വീഡിയോ കോൾ ചെയ്തും സന്ദേശങ്ങൾ അയച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതി. ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി ഉണ്ണി ദാമോദരനെതിരെയും പരാതിയുണ്ട്. ഇയാൾ ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ്. അതുപോലെ കുടുംബത്തെയും കുട്ടികളെയും അപകടത്തിൽപ്പെടുത്തുന്ന തരത്തിലുള്ള രീതിയിലാണ് പൂജ ചെയ്യുന്നത് എന്നും യുവതി ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ യുവതി പറയുന്നുണ്ട്. ഇത്തരത്തിൽ നഗ്ന വീഡിയോ അയച്ചു നൽകാനായി യുവതിയെ നിരന്തരം വിളിച്ച് ശല്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പൂജ ചെയ്യുന്നതിനായി 25,000 രൂപ ആവശ്യപ്പെടുകയും ചെയ്തതായാണ് പരാതി. കണ്ണാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിലാണ് സംഭവം നടന്നത്. സംഭവത്തിൽ മുഖ്യപ്രതിയായ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയായ ഉണ്ണി ഒളിവിലാണ്. നഗ്ന വീഡിയോ അയച്ചില്ല എങ്കിൽ കുടുംബത്തെ അപകടത്തിൽപ്പെടുത്തുമെന്നായിരുന്നു ഭീഷണി. കുടുംബ പ്രദർശനങ്ങൾ തീർക്കാനായി പൂജയ്ക്കെത്തിയ യുവതിയുമായി സൗഹൃദത്തിലായ ശേഷം വാട്സ്ആപ്പ് കോളിൽ വിളിച്ച് നഗ്നത പകർത്തുകയും പിന്നീട് ഇത് കാണിച്ച് പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതി. കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന ഓൺലൈൻ പരസ്യം കണ്ടാണ് യുവതി പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് എത്തുന്നത്. മലയാളത്തിലെ മികച്ച ചില നടന്മാരും നടികളും ഈ ദേവസ്ഥാനത്ത് എത്തുകയും ഇവിടെ പരസ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. മലയാളം അറിയാത്ത യുവതിയെ പൂജകൾക്കിടെ സഹായിച്ച് അരുൺ എന്ന ജീവനക്കാരൻ സൗഹൃദത്തിലാവുകയായിരുന്നു. കുടുംബത്തിന് മേൽ ദുർമന്ത്രവാദം നടന്നിട്ടുണ്ടെന്നും ഇത് മാറ്റാനായി പ്രത്യേക പൂജകൾ വേണമെന്നും അരുൺ പറയുകയുണ്ടായി. രാത്രികാലങ്ങളിൽ വീഡിയോ കോൾ ചെയ്തതാണ് പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഇയാൾ മുന്നോട്ട് വെച്ചത്. വിസമ്മതിച്ച യുവതിയെ മന്ത്രവാദം ചെയ്ത് കുട്ടികളെ അപകടത്തിൽപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തി. ദേവസ്ഥാനത്തിലെ മുഖ്യ പുരോഹിതൻ ഉണ്ണി ദാമോദരന്റെ അറിവോടെയാണ് പീഡനമെന്നും പരാതിയുണ്ട്. പ്രതി അയച്ച മോശം സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ യുവതി ബാംഗ്ലൂരു പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അരുൺ പരാതിക്കാരിയെ വീഡിയോ കോൾ ചെയ്തിരുന്നു. ഇത് അറ്റൻഡ് ചെയ്ത വീട്ടമ്മയുടെ ദൃശ്യം പകർത്തിയ ശേഷം ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി. പിന്നീട് യുവതിയെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്ന പരാതിയിൽ ആരോപിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട മുതിർന്ന മാധ്യമപ്രവർത്തകൻ അനിൽ നമ്പ്യാർ അടക്കമുള്ളവർ പോസ്റ്റ് ഇടുകയാണ്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിന്റെ സെലിബ്രിറ്റികൾ സാധാരണയിൽ കവിഞ്ഞ പരസ്യം കൊടുത്തപ്പോൾ തന്നെ എന്തോ പന്തികേട് തോന്നിയിരുന്നു. ഇപ്പോഴാ സംശയിച്ചത് സത്യമായിരിക്കുന്നു എന്ന് വരികയാണ്. ഈ വിഷ്ണുമായ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി എന്ന് അവകാശപ്പെടുന്ന ഉണ്ണി ദാമോദരനും കുൽസിത പ്രവർത്തിക്ക് കർണാടക പോലീസ് പൊക്കിക്കൊണ്ടുപോയ ജീവനക്കാരൻ അരുണും വെറും ഉടായിപ്പുകളാണ് എന്ന് തെളിയുന്നുണ്ട്. ചാത്തൻ സേവയുടെ മറവിൽ വിശ്വാസികളെ പ്രലോഭിപ്പിച്ചും പറ്റിച്ചും അവരുടെ പണവും സ്ത്രീകളുടെ മാനവും കവരുന്ന നാറികളെ തിരിച്ചറിയുക. ചാത്തൻ എന്തിനാ പബ്ലിസിറ്റി എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സിനിമാ താരങ്ങളെ ഇറക്കിയാണോ ദേവസ്ഥാനത്ത് ആളെ കൂട്ടുന്നത്? ഇനി ബ്രാഹ്മണരുടെ നെഞ്ചത്ത് കയറാൻ വരണ്ട. ഇവിടത്തെ സോ കോൾഡ് ശാന്തിയും അസിസ്റ്റന്റും ഒക്കെ തന്നെ ബ്രാഹ്മണനല്ല, വാരണ്യവർഗത്തിൽ പെട്ടവരുമല്ല. പ്രതീക്ഷിക്കാത്ത പണം വരുമ്പോൾ ഇക്കോട്ടർ അർമാദിക്കും. സമാജത്തെ അപകീർത്തിപ്പെടുത്തുന്ന കപട ഉപാസകരെ മടല് വെട്ടി അടിക്കണമെന്നടക്കമുള്ള കമന്റുകൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. മറ്റാർക്കെങ്കിലും ഈ ഒരു സ്ഥാനത്ത് നിന്നും, ഒരു ബ്രഹ്മസ്ഥാനത്ത് നിന്നും ഒക്കെ തന്നെ മോശം അനുഭവം ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പോലീസുമായി ബന്ധപ്പെടുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പോലീസുമായി ബന്ധപ്പെടുക, പരാതിയുമായി മുന്നോട്ട് പോവുക.